സുനന്ദേ, യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ നമുക്ക് നല്ലൊരു പ്രോഗ്രാം അവതരിപ്പിക്കണം. അയ്യോ, ഞാനില്ല കസാരയുടെ ഏറുകൊള്ളെ. അതൊന്നും യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാവില്ല. സുനന്ദ കൂടി ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുവരാം. അയ്യോ, ഞാനില്ല. അവളെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. ഓ, നിങ്ങൾ റൂംമേറ്റ്സ് ആണല്ലേ? രാധേ, അവൾ കൂടി ഉണ്ടെങ്കിൽ പരിപാടി വിജയിക്കും. അന്ന് കോളേജ് പരിപാടിക്ക് ഡാൻസിന്റെ ടൈപ്പ് മാറ്റേണ്ടി വന്നപ്പോൾ അവൾ എത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. പക്ഷെ നീ കുഴഞ്ഞുപോയി. മിസ്റ്റർ ഗംഗൻ, നിങ്ങൾ ഇത് അളക്കുന്നുണ്ടോ? സോറി സുനന്ദേ. ബാക്ക്, ഗോ ബാക്ക്, 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 ബാക്ക്. അല്പം കൂടി പുറകോട്ട് പോകും. ലെറ്റ് മൂവ് ബാക്ക്. അയ്യോ, അയ്യോ. ഒഴിച്ചു സുനന്ദേ. ഒന്നുമില്ല. നമുക്ക് ഡോക്ടറെ കാണിക്കാം. വേണ്ട, വരരുതാതെ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. കാല് നേരെ വെക്ക് സുനന്ദേ. ഈ ചൂട് വെച്ച് കഴിയുമ്പോ വേദന എല്ലാം മാറും. വേണ്ടരാതെ, വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചിറ്റമ്മയോട് ഇങ്ങോട്ട് വരാൻ പറയാം. എന്തിനാ നിസ്സാര കാര്യത്തിന് അവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത്? ചൂട് വെക്കട്ടെ. എങ്ങനെ ഇരിക്കുന്നു സുനന്ദേ? കാലിന് വേദന കുറവുണ്ടോ? മിസ്റ്റർ ഗംഗൻ സുനന്ദയെ കാണാനാ വന്നിരിക്കുന്നത്. സുനന്ദേ, ഇതാ അയോഡെക്സ് ആണ്. ഇത് വരട്ട് ചൂട് പിടിക്കൂ, വേദന വേഗം മാറും. ഞാനാണ് സുനന്ദയെ വീഴ്ചത്. വെരി സോറി. ഞാൻ പുറകോട്ട് നോക്കാതെ പോയാണ് കുഴിയിൽ വീണത്. എങ്ങനെയായാലും ശരി, കാലുളുക്കി കിട്ടി. 2 ദിവസം കഴിയാതെ ക്ലാസ്സിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോ നോ നോ, ഷി വിൽ ബി ഓൾ റൈറ്റ് ബൈ ടുമോറോ മോർണിംഗ്. വരട്ടെ സുനന്ദേ. എന്നെ കണ്ടിട്ട് ഒരക്ഷരം മിണ്ടാതെ പോയി. എന്താ, സഹിച്ചില്ലേ? പോവാൻ പറയടി. കാര്യം പറയാനുണ്ടായിരുന്നു. 1 minute. നളിനി, പ്ലീസ്. എളുപ്പം വരണം കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കാം. എന്താ വൈകുന്നേരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക? അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. വരൂ.
സുനന്ദേ, സുനന്ദേ, നീ എവിടെയാ? ഏയ്, ഞാൻ വായിക്കാണ്. പുസ്തകം മറിച്ചു പിടിച്ചിരിക്കുന്നത്. ഓ, മിസ്റ്റർ ഗംഗൻ. എന്താ രാധേ? ഞാൻ ഗംഗനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. സുനന്ദയുടെ കാര്യമല്ലേ? ക്ഷമിക്കണം, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ അടുത്തു, പരസ്പരം സ്നേഹിച്ചു. പഠനം കഴിഞ്ഞ് വിവാഹം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓഹോ, എന്റെ മംഗളാശംസകൾ. താങ്ക്സ്. ഗംഗൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പക്ഷേ സുനന്ദയ്ക്കാണ് അങ്ങേ വിധിച്ചത്. ഞാൻ നിങ്ങൾക്ക് നന്മ നേരുന്നു. രാധേ, നീ പെട്ടിയും ബാഗും എടുത്തോണ്ട് എവിടെ പോന്നു? എനിക്ക് സൗകര്യമായിരുന്നു പഠിക്കാൻ ഒരു സിംഗിൾ റൂം കിട്ടി. രാധേ, എന്റെ കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലേ? ഏയ്, അതല്ല. ഒരു മുറി നമുക്ക് രണ്ടുപേർക്കും കൂടി പങ്കിടണ്ട. നീ തനിയായിക്കൊള്ളൂ. ഞാൻ ഒഴിഞ്ഞു വന്നിരിക്കുന്നു. എന്താ യോഹന്നാനെ? ഈ ഗോഡൌണിൽ നിന്ന് സിമന്റും കമ്പിയും കൊണ്ടുപോകാൻ കോൺട്രാക്ടർ ആളെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ അത് തടഞ്ഞു. നേതാവ് സിമന്റും കമ്പിയും വിട്ടുകൊടുക്കാൻ പറയാമായിരിക്കും. കരിങ്കാലികളെ, കരിങ്കാലികളെ, കരിങ്കാലികളെ. എന്താ കോൺട്രാക്ടർ സാറേ നിങ്ങളുടെ നീക്കം? ഞാൻ വാങ്ങി എന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന സിമന്റും കമ്പിയും എന്റെ ലോറിയിൽ ഞാൻ മറ്റൊരിടത്ത് കൊണ്ടുപോകും. ഞങ്ങൾ തടയും. അതെന്തൊരു ന്യായമാണ്? ഇത് ഈ ഡാം വർക്കിനുള്ള സാധനങ്ങളാണ്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാതെ ഒരു പണിമുടക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ ഇവിടെ മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പണിമുടക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. കൂലി കുടിശ്ശിക നിങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ബില്ല് മാറി കിട്ടുമ്പോൾ ഞാൻ കുടിശ്ശിക നിൽക്കും. കുടിശ്ശിക തീർക്കുമ്പോ ഇവിടുത്തെ പണിമുടക്കം തീരും. സിമന്റ് ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകില്ല. ഇൻസ്പെക്ടർ സാർ, ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന റൌഡികളെ കൊണ്ട് സിമന്റ് ഇറക്കിച്ചാൽ ഈ ഗോഡൌൺ നാളെ കത്തിരി നിങ്ങൾ കാണേണ്ടതായി വരും. മിസ്റ്റർ വാസുകുട്ടമുള്ളേ, ഈ പ്രശ്നത്തിനൊരു തീരുമാനമുണ്ടാകാതെ സിമന്റ് ഇറക്കാൻ പാടില്ല. സാർ, അത് ഇവിടെ സംഘർഷമുണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ചുമതലയാണ്. മിസ്റ്റർ ഗോപാലൻ, ഈ പ്രശ്നം തീരുമാനിക്കാതെ ആരും സിമന്റ് എടുക്കില്ലെന്ന് ഞാൻ വാക്കു പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളോട് പിരിഞ്ഞു പോകാൻ പറയൂ. തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! തൊഴിലാളി ഐക്യം സിന്ദാബാദ്! സഖാക്കളെ, ഒരു തീരുമാനമുണ്ടാക്കാതെ ഈ ഗോഡൌണിൽ നിന്ന് സിമന്റും കമ്പിയും നീക്കം ചെയ്യില്ലെന്ന് പോലീസ് നമുക്ക് ഉറപ്പു തന്നിരിക്കുകയാണ്. ആ വാക്കിനെ മാനിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ പിരിഞ്ഞു പോവുക. നമ്മൾ പോയി കഴിഞ്ഞിട്ട് നീക്കം ചെയ്താലോ? നീക്കം ചെയ്യില്ലെന്നല്ലേ പോലീസ് നമുക്ക് ഉറപ്പു തന്നിരിക്കുന്നത്. പോലീസ് മുതലാളിയുടെ ആളുകളാ. നിങ്ങൾ അവരെ വിശ്വസിച്ചോ?